ഞാൻ ഇന്നലത്തെ വീഡിയോക്ക് വന്ന കമൻറ്റാണ്, എന്നാൽ പിന്നെ EMI ലോണൊക്കെ നിങ്ങൾ അടച്ചോളി, നമ്മൾ വീട്ടിൽ പണിയൊക്കെ എടുത്തിട്ടിരിക്കുകയാണ്. ഇവർക്ക് ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളെല്ലാം പണിയെടുക്കണം, വീട്ടിൽ നമ്മളവിടെ വെറുതെ ഇരിക്കുള്ളൂ, നിങ്ങളൊരു ജോലിക്കും പോകണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ അങ്ങനെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളൊന്നുമില്ല, എല്ലാവരും ജോലിക്ക് പോകുന്ന ആൾക്കാർ തന്നെയാണ്. പെണ്ണുങ്ങളും പോകുന്നുണ്ട്, ആണുങ്ങളും പോകുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു സ്നേഹത്തിൽ മുന്നോട്ട് പോകില്ല നല്ലത് നിൽക്കണം. എന്തിനാണ് ഒരു സെർവൻറ്റിനെ പോലെ ട്രീറ്റ് ചെയ്യുന്നത്? ഒരു പറ്റണതൊക്കെ ഒന്ന് സഹായിച്ച് കൊടുത്തൂടെ? നിങ്ങൾ അപ്പുറത്തെ വീട്ടിലെ താത്തക്കല്ലല്ലോ ഹെൽപ്പ് ചെയ്യുന്നത്, നിങ്ങളെ വീട്ടിലത്തെ ആൾക്കാർക്ക് തന്നെയല്ലേ. ഇപ്പോൾ കല്യാണം കഴിച്ചവരാണെങ്കിൽ ഭാര്യമാർക്ക്, കഴിക്കാത്തവരാണെങ്കിൽ ഇമ്മമാർക്കൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തൂടെ? കുറേ ആൾക്കാരുണ്ട്, ഒരു മുന്നിക്ക് അങ്ങോട്ട് കൊണ്ട് വെച്ച് കൊടുത്താലേ ഒരു തിന്നുള്ളൂ, ഒരു അണ്ണാക്ക് കൂടെ ഇറങ്ങുള്ളൂ. എന്തിനാണ് അങ്ങനെയൊക്കെ? കയ്യും കാലൊക്കെ പഠിച്ചാൽ തന്നിട്ടില്ലേ, നീ പോയി തിന്നോളൂ. കുറേ വീട്ടിലുണ്ട് ഇമാർ ആൺകുട്ടികളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കില്ല, വീട്ടിലെ പണികളൊന്നും ചെയ്യിപ്പിക്കില്ല. ഇപ്പോൾ എൻ്റെ അമ്മ പോലും അങ്ങനെ തന്നെയാണ്. എനിക്ക് 3 അനിയന്മാരാണ്, ഓരോ ഫോൺ കളിച്ചിരിക്കുക, ഞാനും ഫോൺ കളിച്ചിരിക്കുക. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് ദേഷ്യപ്പെടുള്ളൂ. ഞാൻ പണിയെടുത്തിട്ടില്ലെങ്കിൽ മാത്രമേ എൻ്റെ അമ്മക്ക് ദേഷ്യം വരുള്ളൂ. ഞാൻ ഫോൺ കളിച്ചിരിക്കണം കണ്ടാലും അമ്മക്ക് ദേഷ്യം വരുള്ളൂ. എൻ്റെ അനിയന്മാർ അവിടെ ഫോൺ കളിച്ചിരിക്കണ്ടാവും, അമ്മ ഒറ്റക്കാട് അടുക്കളയിൽ പണിയെടുക്കണമെങ്കിൽ ഇമ്മക്ക് ദേഷ്യം വരില്ല. ഞാൻ സഹായിച്ചിട്ടില്ലെങ്കിൽ മാത്രമേ ദേഷ്യം വരുള്ളൂ. ഇതിങ്ങനെ കാക്കുന്നതും ഒരു പെണ്ണാണല്ലോ എന്ന് അറിയുമ്പോൾ അത് ഭയങ്കര സങ്കടമാണ്. കാരണം ഓലെ അങ്ങനെ ജീവിച്ചത്, എന്നിട്ട് എന്തിനു ഓലെ മക്കളെ അങ്ങനെ ആക്കണം? എന്തിനു ഈ മകൻ കെട്ടിക്കൊണ്ടിരുന്ന പെണ്ണിനെ അങ്ങനെ ആക്കണം?